ഹലോ, അപ്പോൾ എല്ലാവർക്കും വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ അത്തം കഴിഞ്ഞു. ഇന്ന് ചിത്രയാണ്, ചിത്ര എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ പിന്നെ എന്നുള്ള കേട്ടോ ഈ കുളി കഴിഞ്ഞിട്ട് ഫോട്ടോത്തിന് മുന്നിലും പിന്നെ അച്ഛൻ്റെ മുന്നിലും പ്രാർത്ഥിക്കണത്. എല്ലാവരും ഈ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്താണെന്നൊന്നും കമൻ്റ് ഇടരുത്. ഞാനിപ്പോൾ അത് എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഭസ്മെടുത്ത് ചാർത്തുക, അതായത് തൊടുക. ചന്ദനം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഭസ്മം ഇതാക്കിയത്. ചന്ദനമൊക്കെ സുധീരേട്ടൻ്റെ വണ്ടിയിൽ അന്ന് അമ്പലത്തിൽ പോയപ്പോഴുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കുളിച്ച് വന്നത്തേക്കും ഏട്ടൻ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ചേച്ചിയും ഏട്ടനും കൂടി ഏട്ടൻ ഒറ്റയ്ക്കിട്ട് ചേച്ചി പറിച്ചു കൊടുക്കുക അങ്ങനെ എന്തോ ചെയ്തതൊന്നും. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ചിത്തിര പൂക്കളാട്ടത്. ഇതിഷ്ടമായ കമൻ്റ് ഇടുക. പിന്നെന്താ പിന്നെ രാവിലത്തേത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ ഇങ്ങോട്ട് പോന്നു, ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് പോന്നു. അങ്ങനെ ഒരു 9 മണി 9:30 ആകുമ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിക്കണം. പിന്നെ കഴിഞ്ഞിട്ട് അടുക്കള വിശേഷം നോക്കിയാൽ രാവിലെ തന്നെ നമുക്ക് ദോശയാണ് കേട്ടോ. അപ്പോൾ വേറെ ഒന്നല്ല, നമ്മൾ ഗോതമ്പിൻ്റെ ദോശയാണ്. അപ്പോൾ ചേച്ചി മാവ് ഇതാക്കുകയാണ്. ഗോതമ്പിൻ്റെ വെള്ളം ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് പിന്നെ അങ്ങനെ തേങ്ങ ഇടും, ഞങ്ങൾ തേങ്ങ ചിരകിയിടും, അപ്പം ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തു ദോശയൊക്കെ അങ്ങനെ ഉണ്ടാക്കി തുടങ്ങി. പിന്നെ ഞാൻ സുധേട്ടൻ പണിക്ക് പോകുന്നുണ്ട്, പനിയാണ് എന്നാലും പണിക്ക് പോകുന്നുണ്ട്. അപ്പം ഞാൻ ആ ദോശയൊക്കെ കൊണ്ട് കൊടുക്കുകയാണ്, ദോശയും ചായയൊക്കെ കൊണ്ട് കൊടുക്കുകയാണ്. സുധേട്ടൻ ചായ എടുക്കാൻ പോകുന്നു ഗൈസ്. സുധേട്ടനൊന്ന് പണിക്ക് പോകാണ്ട്, കൂടാതെ പഠിക്കുന്നുണ്ട്. വൈകുന്നേരത്ത് വേണം ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോവാം, നിസാർ ഹോസ്പിറ്റലിൽ പോകുന്നത്. ശ്രീകുട്ടിക്ക് അതുപോലെ ഇന്നലെ രാത്രി കിടന്നു. ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു, ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. അപ്പം രാത്രി ഇവിടെ എത്തിയിട്ടൊരു 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പം ബാത്റൂം പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വയറിളക്കി പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ഛർദ്ദിച്ചു. ആദ്യം ഛർദ്ദിക്കുകയാണ് ചെയ്തത്. ആദ്യം ബാത്റൂം പോയിട്ട് പിന്നെ അങ്ങനെ ഛർദ്ദിക്കേണ്ട അങ്ങനെ ഛർദ്ദിച്ചു. അപ്പം മാത്രം ഇങ്ങനെ പോയിരുന്നുള്ളൂ. അപ്പോൾ ഓളൊന്നും കൂടി ഒന്ന് ഡോക്ടർക്ക് കൊണ്ടുപോകണം. പിന്നെ സുധേട്ടനും പനിക്കുന്നുണ്ട്, പക്ഷെ ഇന്ന് പനിക്ക് പോയിട്ട് ശരി കുടിച്ചിട്ട് ചായ കുടിക്കുകയാണ്. സുധേട്ടാ ഒരു ഹായ് പറയും. അതിന് സുധേട്ടന് പനിക്കുന്നുണ്ട്, പനിയായിട്ട് മാറുന്നില്ല. ഇന്നലെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇന്ന് ശ്രീകുട്ടി ബാത്റൂം പോകാമെന്ന് വെച്ചപ്പോൾ നല്ല പനിയായിരുന്നു. പിന്നെ എന്തായാലും ഒന്നും കൂടി ഇന്ന് കാണിക്കാൻ പോകണം. അതിനുശേഷം ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് 10 ബസ്സിനുണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോൾ ശ്രീകുട്ടിനെ കാണിക്കാൻ. അപ്പോൾ അവിടെ നമുക്ക് കഞ്ഞി വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കഞ്ഞിയൊക്കെ വാങ്ങി. അതിൻ്റെ കൂടെ ഒരു അച്ചാറും പിന്നെ മീൻകറി അതും കൂടി. അപ്പോൾ കുറച്ച് കഞ്ഞിയൊക്കെ അവിടെ കുടിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോന്നു. പിന്നെ കറണ്ട് ബില്ല്, അതായത് പെർമിറ്റ് അടിക്കാണ്ടായിരുന്നു കറണ്ട് എടുത്തതിൻ്റെ. അപ്പം അതിൻ്റെ പൈസ അടിക്കാൻ വേണ്ടി ഞങ്ങൾ KSB പോയിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ശ്രീകുട്ടിക്ക് എടുക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ ഒരു ഓട്ടോ പോലും കിട്ടണില്ല. അവൾക്കാണെങ്കിൽ ക്ഷീണിച്ചിട്ടാണ് തോന്നുന്നു നടക്കാൻ വയ്യ. ഞാൻ കുറേ നേരം എടുത്ത്, പിന്നെ എനിക്കും വയ്യ എടുക്കാൻ, പിന്നെ മുട്ടുകാലൊക്കെ വേദന ആവണേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ട് പോട്ടെ വീട്ടിലേക്ക്. ശ്രീകുട്ടിക്ക് ഇളനീര് വേണം പറഞ്ഞിട്ട് ഞാനിതാ ഇവിടെയുള്ള KSB റോഡിൻ്റെ അവിടേക്ക് പോകുന്ന ഒരു കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടോ കേട്ടോ. ശ്രീകുട്ടി അവിടെ ഇരിക്കണം, അവൾക്ക് ക്ഷീണമുണ്ട് നല്ലോണം. അപ്പോൾ കഞ്ഞി കുടിച്ചിരുന്നിട്ടും പിന്നെ മരുന്ന് കുടിക്കാനുണ്ട്. കഞ്ഞിൻ്റെ മുന്നേ ഞാനൊരു മരുന്ന് കൊടുത്ത്, പക്ഷേ ഭക്ഷണത്തിന് അരമണിക്കൂർ മുന്നേ കൊടുക്കണം. അത് ഹോസ്പിറ്റലിൽ കുടിച്ചു. എന്നിട്ടൊക്കെയാണ് പിന്നെ കഞ്ഞി കുടിച്ചത്. ബാക്കിയുള്ള കഞ്ഞി ഞാനും കുടിച്ചത്. അപ്പോൾ ഇത് കരിക്കും കുടിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ വണ്ടി കയറിയിട്ട് വണ്ടി വിളിച്ച് പോകാൻ വെച്ചിട്ട് വെള്ളരിക്കും. അല്ലാതെ ബസ് പോയി തോന്നുന്നു. പോയി ഹോസ്പിറ്റലിൽ പോയിട്ട് ചോറായിണ്. പിന്നെ എന്താ അയിലപ്പാര
ചെമ്പാനയിൽ അങ്ങനെ എന്താ കേട്ടോ. പിന്നെ ഇതിൻ്റെ കറി വെത്തൽ, പിന്നെ ബീട്രൂട്ട് ഉപ്പേരി, വെള്ളം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഡിഷസ് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ വന്നിട്ട് എന്താ അതിൽ തന്നെ അവൾക്ക് ബാക്കിയുള്ള മരുന്ന് കൊടുത്ത് അവിടെ പിന്നെ അവൾ കുറച്ച് നേരം കടന്നിട്ട് പിന്നെയും എന്നിട്ട് വന്നു. ഡോക്ടർ പറഞ്ഞ ഇൻഫെക്ഷൻ എന്താ ഫുഡിൽ എന്തോ ഇൻഫെക്ഷൻ ആയിരുന്നു. കണ്ണിന് ഈ ഒരു സെയിം സാധനം തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ ഇപ്പോൾ അവിടെ അമ്മയ്ക്ക് 2-3 ദിവസമായി ഇതേപോലെ വയറുവേദന, വയറ്റിന് പോക്കും. ഇപ്പോൾ പൊന്നുട്ടിക്ക് അതാ ഛർദിയും ഇതും എന്താ പറയുക വയറുവേദനയും. അപ്പോൾ ചേച്ചി ഓളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കും. ഉച്ചയ്ക്ക് ശേഷം പോകണമെന്ന് അറിഞ്ഞിരുന്നു. അപ്പോൾ ചേച്ചിയും പോകാൻ നിൽക്കുകയാണ്. എന്തോ ഒരു ഫുഡിൽ ഇൻഫെക്ഷൻ ആയതായിരിക്കും, അല്ലാതെ അങ്ങനെ ഉണ്ടാവില്ല. പിന്നെ ഓരോരുത്തരുടെ ശരീരത്തിനനുസരിച്ച് ആയിരിക്കും ബാധിക്കുക. അപ്പോൾ ശ്രീകുട്ടി മരുന്നൊക്കെ കുടിച്ച് അപ്പോൾ അതാ ചോറ് എന്താ പണിക്കാർക്കുള്ള ചോറ് എടുത്ത് വെച്ചിട്ട് ഞാൻ വിളിക്കും. അവരിപ്പോൾ വരും. അവരോട് പറഞ്ഞു ചോറായി എന്നാണ്. പിന്നെന്താ ഇന്നത്തെ ദിവസം അങ്ങനെ പോയി. ഇനി വേഗം അസുഖമൊക്കെ മാറി കിട്ടാൻ മതിയെന്ന്. പിന്നെ സുധിയേട്ടൻ വേണ്ടി പണിക്ക് വീണ് പനിക്കുന്നുണ്ട് സുധിയേട്ടനെ. ഇനി വൈകുന്നേരം പോവാന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പനിക്കുന്നുണ്ട്. ആ പനി വെച്ചിട്ടാണ് പോയത്. നോക്കാം ഇനി ബാക്കി വിഷയങ്ങൾ നോക്കാം. ഇന്നത്തെ വീഡിയോ തന്നെ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. കാരണം ഞാൻ എന്താ പറയുക, നമ്മളെ ആ ഒരു Q&A ആൻസർ ഞാൻ ഇന്ന് ഇടാൻ വിചാരിച്ചു. അതും നമ്മൾ കറക്റ്റ് ടൈം 7 മണിക്ക്. അപ്പം ഇന്ന് ശരിക്കും എടുത്താൽ, അതായത് അത്തം കഴിഞ്ഞ് ചിത്ര എന്നുള്ള ഇന്നത്തെ ദിവസത്തെ വീഡിയോസ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കുറേ എന്താ പറയുക കമൻസും കാര്യങ്ങളും കുറേ ആൾക്കാർ ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് മറുപടി ആയിട്ട് ഇന്ന് 7 മണിക്ക് നമ്മളെ Q&A ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസറിൻ്റെ സെഗ്മെൻറ്റിൽ വരും. അപ്പം മറക്കാതെ കാണാം. എന്നാൽ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.